ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം, കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നാണ്. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. അപ്പോസ്തലനെ തിളച്ച എണ്ണയിലിട്ടു, ഒരു കേടും പറ്റിയില്ല. ആ തിളച്ച എണ്ണയ്ക്ക് അപ്പോസ്തലൻ്റെ ശരീരത്തിൽ ഒരു ദോഷം വരുത്താൻ കഴിഞ്ഞില്ല. അത് ഡൊമീഷ്യൻ ചക്രവർത്തിക്ക് ഒരു അത്ഭുതമായിരുന്നു. ഇവനിനി എങ്ങനെയാണ് കൊല്ലുക? കൊല്ലാൻ പറ്റിയില്ലെങ്കിലും പത്മോസ് ദ്വീപിൽ ഏകനായി കഴിയട്ടെ എന്ന് വിചാരിച്ചു. പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ അപ്പോസ്തലൻ കഠിനമായ പീഡയാണ് സഹിച്ചത്. കഠിനമായ പീഡ, ഒറ്റപ്പെട്ട അനുഭവം, ഏകാഗിയായി കഴിയുന്ന അനുഭവം. ഒരു ദ്വീപിൽ ചുറ്റും സമുദ്രം, അലറുന്ന കുതിച്ച് ഉയരുന്ന തിരമാലകൾ. ആ തിരമാലകളുടെ നടുക്ക് ഒരു കൊച്ചു ദ്വീപിൽ കഴിയുക എന്നുള്ളത് എത്രയോ പ്രയാസമേറിയ കാര്യമാണ്. ആരോരുമില്ലാത്തൊരു ദ്വീപിൽ ഏകനായി കഴിയുന്നു. അപ്പോസ്തലൻ അതിനെയെല്ലാം പുഞ്ചിരിയോടെ നേടുവാൻ കാരണം, അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ട്. ഓരോ ദിവസവും അനുദിനം തന്നെ ത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിപ്പം കഴിയുകയില്ല. ക്രിസ്തീയ ജീവിതം കുരിശാണ്, കുരിശ് നോക്കുന്ന ജീവിതമാണ്. പലപ്പോഴും നമ്മുടെ ധാരണ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ രോഗം മാറും, പരീക്ഷ പാസ്സാകും, ജോലി കിട്ടും, പലതരത്തിൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടും, കടം മാറി കിട്ടും, പ്രയാസങ്ങൾ വരാതിരിക്കും, പ്രശ്നങ്ങൾ വരാതിരിക്കും. ഇതല്ല ക്രിസ്തീയ ജീവിതം. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ കിട്ടുന്നെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് വഹിക്കാൻ വയ്യാത്തതായ, ഒരിക്കലും നമുക്ക് ഏൽക്കാൻ പറ്റാത്തതായ, അത് ഏറ്റുവാങ്ങാൻ പറ്റാത്തതായ ചില ദുരിതങ്ങൾ അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം കുരിശി നോക്കുന്ന ജീവിതമാണ്. കുരിശെന്ന് പറയുന്നത് കഷ്ടത മാത്രമല്ല, ന്യായമായി നമുക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ പോകുന്നതാണ് കുരിശ്. ന്യായമായി നമുക്ക് കിട്ടാൻ അവകാശപ്പെട്ടതായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നു, അതാണ് കുരിശ്. തീർച്ചയായിട്ടും നമുക്ക് അർഹതയുള്ള പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നിഷേധിക്കപ്പെടുന്നു, അതാണ് കുരിശ്. നാം സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാനുള്ള വഴികളെല്ലാം നാം നോക്കുകയും അതെല്ലാം ക്രമീകരിക്കുകയും ചെയ്യും. പക്ഷേ ആ വാതിലെല്ലാം അടഞ്ഞു വരുന്നു, അതാണ് കുരിശ്. അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങളോ ആപത്തുകളോ വരുന്നു, അതാണ് കുരിശ്. ഒരു കാരണമില്ലാതെ മനുഷ്യൻ നമ്മെ തെറ്റിദ്ധരിക്കുകയും നമ്മെ ഉപദ്രവിക്കുകയും നമ്മെക്കുറിച്ച് കിംവദന്തികൾ വരുത്തുകയും ചെയ്യുന്നു, അതാണ് കുരിശ്. ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ വയ്യാത്ത രീതിയിലുള്ളതായ പ്രതിസന്ധികൾ വരുന്നു, അവ നമ്മെ ഞെരുക്കുന്നു, നാം വലഞ്ഞു പോകുന്നു, അതാണ് കുരിശ്. നാൾതോറും തന്നെ ത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിപ്പോൾ കഴിയുകയില്ല. തന്നെ ത്യജിക്കണം. എൻ്റെ സുഖം ത്യജിക്കണം, എൻ്റെ സന്തോഷം ത്യജിക്കണം, എൻ്റെ ഇഷ്ടം ത്യജിക്കണം, എൻ്റെ ശരിയെ ത്യജിക്കണം, എൻ്റെ നന്മ ത്യജിക്കണം, എൻ്റെ പ്ലാനുകൾ ത്യജിക്കണം, എൻ്റെ പദ്ധതികൾ ത്യജിക്കണം. എൻ്റേതെല്ലാം ത്യജിക്കുക, തന്നെ ത്യജിക്കുക. എന്നിട്ടോ നാൾതോറും കർത്താവായ യേശുവിൻ്റെ ഭാവത്തോടെ, യേശു കുരിശ് വഹിച്ച അതേ ഭാവത്തോടെ, ആരോടും പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, ആരെക്കുറിച്ചും ഒന്നും ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ, അതൊന്നും ചിന്താവിഷയമാകാതെ, എനിക്ക് എൻ്റെ അനുദിന ജീവിതത്തിൽ നേരിടുന്നതായ പ്രതിസന്ധികളെ ഞാൻ പുഞ്ചിരിയോടെ നേരിടുക, അതാണ് കുരിശ് വഹിക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നാം ആത്മവിവശത ലഭിക്കുന്നത്. ആത്മവിവശത ലഭിക്കും, ആത്മാവിൻ്റെ വിവശത. എൻഡ്യൂമെൻ്റ് പവർ എന്ന് പറയും. എൻഡ്യൂമെൻ്റ് പവർ, ആത്മശക്തിയുടെ ശക്തീകരണം, എൻഡ്യൂമെൻറ്റ് ഓഫ് പവർ നമ്മുടെ ജീവിതത്തിൽ ഇത് ലഭിക്കും. ഈ ആത്മവിവശത കുരിശ് സന്തോഷത്തോടെ വഹിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു സമാധാനം കിട്ടിക്കൊണ്ടിരിക്കും, കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടിക്കൊണ്ടിരിക്കും, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ഉറപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മെ എല്ലാവരും വെറുക്കുമ്പോഴും നമ്മെ വെറുക്കാതെ നമ്മെ സ്നേഹിക്കുന്ന യേശു കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ധൈര്യം കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാവരും തെറ്റിദ്ധരിക്കുമ്പോഴും ശരിയായി ധരിക്കുന്ന യേശു എൻ്റെ അരികത്തുണ്ടെന്നുള്ളതായ ധൈര്യം കിട്ടിക്കൊണ്ടിരിക്കും.
എല്ലാവരും നമ്മളെ പകയ്ക്കുമ്പോഴും എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നുള്ളതായ ഒരു സന്തോഷം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കും. സാന്നിധ്യം ലഭിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്ലീഹായ്ക്ക് പത്മോസിലായിരുന്നപ്പോൾ ഈ കുരിശ് വഹിക്കുന്ന സന്തോഷമാണ് കിട്ടിയത്. ആത്മവിവശത കിട്ടി. ആത്മാവിൻ്റെ വിവശത. ആത്മാവിൻ്റെ വിവശത ലഭിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്? ഈ ആത്മാവ് നിറഞ്ഞു വരുന്ന അനുഭവത്തിൽ എന്താണ് അപ്പോസ്തലന് കിട്ടിയത്? അത് തുടർന്നുള്ള വാക്യത്തിൽ വായിക്കാൻ സാധിക്കുന്നു. തുടർന്ന് വായിക്കാം. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫ്യ, ലവോദീക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. പിറകിൽ ഒരു ശബ്ദം കേട്ടു. ഒരു മഹാനാദം കേട്ടു. വലിയൊരു മുഴക്കമുള്ള ശബ്ദം കേട്ടു. കാഹളനാദത്തിനൊത്തൊരു മഹാനാദം കേട്ടു. പിന്നിൽ നിന്നാണ് ശബ്ദം കേട്ടത്. ആളെ കാണുന്നില്ല. പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഒരു ശബ്ദം. ദൈവത്തിന് സ്തോത്രം. അത് അപ്പോസ്തലന് ആകെ ഒരു വലിയ സമാധാനം ലഭിക്കുന്ന അനുഭവമായിരുന്നു. ദൈവ ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ വചനം കേട്ടു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹൃദയം പിളരുന്ന അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം വേദപുസ്തകം പറയും, എബ്രായ ലേഖനം 4:12 പറയും, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേറൊടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ജീവനും ചൈതന്യമുള്ളതായി ദൈവത്തിൻ്റെ വചനം. ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ പിളർക്കും. ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറൊടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവത്തിൻ്റെ വചനം. ഈ വചനം അത് കേൾക്കുമ്പോൾ നാം ഏതെല്ലാം പ്രയാസങ്ങളിലാണെങ്കിൽ പോലും അതെല്ലാം മറന്നുപോകും. ഏതെല്ലാം ദുഃഖങ്ങളിലും ദുരിതങ്ങളിലുമാണെങ്കിലും നാം അത് മറന്നുപോകും. അതുകൊണ്ടാണ് നാം ഓരോ പ്രാവശ്യം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക സമാധാനം പ്രാപിച്ചുകൊണ്ട് പോകുന്നത്. ചിലർക്ക് നിലനിൽക്കുന്നുണ്ട്, ചിലർക്ക് നിലനിൽക്കുന്നില്ല. പക്ഷേ കർത്താവ് എല്ലാവർക്കും തരുന്നുണ്ട് ഒരു സമാധാനം, ആകെ ഒരു സ്വസ്ഥത. നമ്മുടെ പ്രശ്നം തീർന്നില്ല, നമ്മുടെ കടം മാറിയില്ല, രോഗം മാറിയില്ല, നമ്മുടെ വീട്ടിലെ വഴക്കും ബഹളവും കുഴപ്പമൊന്നും മാറിയില്ല, ഭർത്താവിൻ്റെ മദ്യപാനം മാറിയില്ല, മക്കളുടെ ദുസ്വഭാവം മാറിയില്ല. പക്ഷേ ഏതോ ഒരു അലൗകികമായ ശാന്തി ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് വചനം കേൾക്കുമ്പോൾ. വചനം കേൾക്കണം. വചനം നിർബന്ധമായും കേൾക്കണം. വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനം. ഇപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് പറയുന്നു. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നാം വായിക്കും, നിത്യനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. എന്താണ് ഈ പ്രത്യക്ഷത? പ്രത്യക്ഷത ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടു. അബ്രഹാം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിക്കുന്നു. 22-ാം അധ്യായം ഉൽപ്പത്തി 22. അബ്രഹാം ആ വിളി കേട്ട് ഞെട്ടി ഓടുന്നു. ദൈവമാണെന്ന് മനസ്സിലായി. ശബ്ദം കേട്ടു. ആളെ കാണുന്നില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണുകയുമില്ല. അബ്രഹാം ഞെട്ടി ഉണർന്നു. ശബ്ദം കേട്ടു, നീ നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതന ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോയി, അവിടെ ഞാൻ നിനക്ക് കാണിച്ചിരുന്ന മലയിൽ അവനെ യാഗം കഴിക്കാം. ദൈവശബ്ദം. ദൈവത്തിൻ്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ പ്രത്യക്ഷത. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് വചനം കിട്ടുമ്പോൾ ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷമാകുകയാണ്. മനസ്സിലാക്കണേ, പരിശുദ്ധാത്മാവിൻ്റെ വചനം കിട്ടുമ്പോൾ നിത്യനായ ക്രിസ്തു നമുക്ക് പ്രത്യക്ഷനാകുകയാണ്. ക്രിസ്തു നമ്മോട് വാദിക്കുകയാണ്. ക്രിസ്തു നമ്മോട് പ്ലീഡ് ചെയ്യുകയാണ്. ക്രിസ്തു നമ്മോട് സംസാരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഭാവം നമുക്ക് കാണിച്ചു തരികയാണ്. ചിലപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെയ്തിരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരവനോട് മത്സരിച്ചിരിക്കുന്നു. കാളതിൻ്റെ ഉടയവനെയും കഴുതിൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനം അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല. നമ്മുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് തുറന്നു പറയുകയാണ്. നമ്മുടെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത്, അതാ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ അന്തരാളത്തിലുള്ള അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നു, അത് തുറന്നു കാണിക്കുന്നു. അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രത്യക്ഷത. യോഹന്നാൻ ശ്ലീഹാ ഏകാഗിയായിരിക്കുമ്പോൾ ആരുമില്ലാത്ത ദ്വീപിൽ പെട്ടെന്ന് ഇതാ ഒരു ശബ്ദം കേൾക്കുന്നു. എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം. വലിയ ദുരിതത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. വലിയ സമാധാനമായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നീറിപ്പോയി എന്ന മനസ്സോടുകൂടി വരുമ്പോൾ, പരിഹാരം കാണാത്ത പ്രശ്നങ്ങളുമായി അലഞ്ഞൊലഞ്ഞ് വരുമ്പോൾ,
നിങ്ങൾ വാടി തളർന്ന് വിവശരായി വരുമ്പോൾ ഈ വചനം നിങ്ങൾക്ക് ആശ്വാസം തരും, നിങ്ങൾക്ക് ധൈര്യം തരും, നിങ്ങൾക്ക് പ്രത്യാശ തരും. വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തും. വചനം നിങ്ങൾക്ക് ബലം തരും, ആത്മാവിൻ്റെ ബലം തരും. വചനം നിങ്ങൾ കഴുകൽ തരും, വചനം നിങ്ങളെ കഴുകും. പരിശുദ്ധാത്മാവിൻ്റെ വചനം നിങ്ങളുടെ പാപക്കറകൾ കഴുകി മാറ്റും. പരിശുദ്ധാത്മാവിൻ്റെ വചനം നിങ്ങൾക്ക് രോഗസൗഖ്യവും തരും. പരിശുദ്ധാത്മാവിൻ്റെ വചനം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. ഈ വചനം കേൾക്കുക, അതാണ് ദൈവപ്രത്യക്ഷത. യോഹന്നശ്ലീഹ പത്മോസിൽ ആത്മവിശ്വാസിയായിരുന്നപ്പോൾ ആദ്യം ലഭിച്ചത് വചന കേൾവിയാണ്. കേട്ടു. എന്താണ് കേട്ടത്? ഒരു നിയോഗമാണ് കേട്ടത്, ഒരു കമ്മീഷൻ, ഒരു ജോലിയാണ് തന്നത്. ഒരു നിയോഗം, ഒരു ജോലിയാണ് തരുന്നത്. ദൈവം നമ്മളെ ചില ജോലികൾ ഫലമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഓരോരുത്തരേക്കും ചില ജോലികൾ ഫലമേൽപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ചില കർത്താവിന് പ്രസാദമുള്ള ചില വേലകൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തിയില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ ജോലി ഫലമേൽപ്പിക്കുമ്പോൾ അതിനുള്ള ശക്തിയും കൂടി തന്ന കർത്താവ് ഫലമേൽപ്പിക്കുന്നത്. ആ ജോലി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലായിരിക്കും, പക്ഷേ ദൈവം നിങ്ങൾക്ക് ആ ജോലി പൂർത്തീകരിക്കാനുള്ള ശക്തി തരും. ദൈവം ആ ശക്തി തന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. യോഹന്നശ്ലീഹയോട് പറഞ്ഞു, നീ 7 സഭകൾക്കും എൻ്റെ ദൂത് നീ അറിയിക്കുക. ഞാൻ തരുന്നത് നീ എഴുതി അറിയിക്കുക. ഞാൻ തരുന്ന ദൂതുകൾ നീ അറിയിക്കുക. 7 സഭകൾ: എഫേസോ സഭ, സ്മുർന്ന സഭ, പെർഗമോ സഭ, തുയത്തൈര സഭ, സർദീസ് സഭ, ഫിലഡൽഫിയ സഭ, ലവോദിക്ക സഭ. ഈ 7 സഭകൾക്കും ഞാൻ തരുന്ന ദൂത് നീ എഴുതി അറിയിക്കുക. നമുക്കൊന്നൊരു വായിക്കാം. 11 വാക്യം: നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. ദൈവത്തിന് സ്തോത്രം. നീ ഈ ഇപ്പോൾ കാണുന്നതെല്ലാം ഒരു പുസ്തകത്തിൽ നീ എഴുതണം. ഒരു പുസ്തകത്തിൽ എഴുതുക. എന്നിട്ട് ഈ 7 സഭകൾക്കും നീ അവ അയക്കുക. എഴുതുക, അയക്കുക. നീ തന്നെത്താൻ അധ്വാനിച്ച് ജോലി ചെയ്യുക. നീ അധ്വാനിച്ച് അയക്കുകയും ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പകരുക. എഴുതുക, അയക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ ഓരോരുത്തരെയും വേലകൾ ഫലമേൽപ്പിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഫലമേൽപ്പിക്കുന്നുണ്ട്. ശരിയായ മാനസാന്തരത്തിലേക്ക് നിങ്ങൾ വന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തു പോകും. ആരും നിങ്ങളെ ഒന്നും പറയണ്ട. നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടിപ്പോകും. കർത്താവിൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾ ഓടും. കർത്താവിൻ്റെ വചനം പറയാനും നിങ്ങൾ ഓടും. ആരോടെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച സമാധാനം ഒന്ന് പ്രസ്താവിക്കണമല്ലോ, നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ത്രസിച്ചുകൊണ്ടിരിക്കും. ആരോടെങ്കിലും പറയണമല്ലോ എനിക്ക് ലഭിച്ച ഈ സന്തോഷം, അത് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കണമല്ലോ. നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വരും. കർത്താവ് എനിക്ക് തന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് മറ്റുള്ളവരെ അറിയിക്കണം. അല്ലേ? നിങ്ങൾക്ക് പലർക്കും ആ ചിന്ത ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ലഭിച്ച ഈ സമാധാനത്തിൻ്റെ വാർത്ത, ആ വൃത്താന്തം ഒന്ന് അറിയിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ധാരാളം ആളുകൾ വരുന്നത്. കാരണം നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ച യാഥാർത്ഥ്യം മറ്റുള്ളവരോട് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ബന്ധപ്പെട്ടവരോട് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ചിലരോട് പറഞ്ഞു, നമ്മൾ വിചാരിച്ചതുപോലെയല്ല, തെറ്റിദ്ധരിച്ചതുപോലെയൊന്നുമല്ല സത്യം. അവിടെ വചനം മാത്രമേ ഉള്ളൂ. അവിടെ പണപ്പിരിവൊന്നുമില്ല. അവിടെ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. സഭാമാറ്റമില്ല, സമുദായമാറ്റമില്ല. അവിടെ വേറെ ഒന്നുമില്ല. ആകെ ജീവൻ്റെ സുവിശേഷം മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്നും അത് കേൾക്കൂ, വലിയൊരു ആശ്വാസമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആളുകൾ വരുന്നു. അതുകൊണ്ട് അനേകരൊന്ന് കേൾക്കുന്നു. അതൊരു സുവിശേഷ വേലയാണ്. അനേകരൊന്ന് ഈ ജീവൻ്റെ വചനം കേൾക്കുന്നു. മറ്റുള്ളവരെ നാം അറിയിക്കുന്നു, അവരെയും ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം സ്നേഹിക്കുന്നവരെല്ലാം ക്ഷണിക്കുന്നു. കാരണം നമ്മെ സ്നേഹിക്കുന്നവർക്ക് സമാധാനം കിട്ടണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി അവരെയും കൂട്ടിക്കൊണ്ട് നാം വരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വേല നാം ചെയ്യുന്നു. നമ്മെ ഓരോരുത്തരെയും ഓരോ തരത്തിലുള്ള വേലയാണ് പരിമേൽപ്പിക്കുന്നത്. ചിലർ ഭവന സന്ദർശനമായിരിക്കും. ഭവന സന്ദർശനം അതിനും വേണ്ടൊരു കൃപ. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ അങ്ങനെ ഭവന സന്ദർശനം നടത്തി വചനം പറയാൻ പറ്റും. ഭവനം തോറും സന്ദർശിച്ച് സുവിശേഷം അറിയിക്കുകയാണ്. ഓരോ ഭവനത്തിലും ഒരു 1000 വീട് ഒരു പ്രാവശ്യം സന്ദർശിച്ചിരിക്കട്ടെ. ആ 1000 വീട്ടിൽ നിന്ന് ആളുകളൊന്നും വരില്ല. പക്ഷേ ആ വീട്ടിൽ നിങ്ങളുടെ വചനം കൊടുത്തത് അവിടെ നിൽക്കും. നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് ഭവന സന്ദർശന സമയത്ത് കൊടുത്ത വചനം അവിടെ നിൽക്കും. ഏതെങ്കിലും ഒരു തക്ക സമയം വരുമ്പോൾ ആ വചനം അവിടെ മുളച്ചു വരും. വിത്ത് കിടന്നാൽ ഒരു മഴ പെയ്ത് മണ്ണ് നനയുമ്പോൾ ആ വിത്ത് മുളച്ചു വരും എന്ന് പറഞ്ഞതുപോലെ നാം ഓരോ വീടുകളിൽ ചെന്ന് കൊടുക്കുന്നതായ ഈ വചനം അവിടെ കിടക്കുകയും
ഒരു തക്ക സമയം വരുമ്പോൾ അത് ജീവൻ പ്രാപിക്കുകയും ചെയ്യും. ആ വചനം മുളച്ചു വരും. അത് അവർക്ക് പ്രയോജനമായി തീരും. വചനം കേൾക്കുക. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നാണ്. ദൈവത്തിൻ്റെ വേല ചെയ്യണം. നാം ആരും പണ്ഡിതന്മാരൊന്നുമല്ല. ആണോ? അല്ലല്ലോ. നാം ആരും മഹാജ്ഞാനികളല്ല, ഒട്ടുമല്ല. നമുക്ക് വേദപുസ്തകത്തിൽ വലിയ പാണ്ഡിത്യമില്ല, നമുക്ക് വചനനിശ്ചയമില്ല, അതല്ലെങ്കിൽ നമുക്ക് വലിയ തിയോളജിക്കൽ നോളജില്ല, വേദശാസ്ത്രപരമായ പാണ്ഡിത്യമില്ല, ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഭാഗ്യവശാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിച്ചു, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിച്ചു, ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് സൗജന്യമായി ലഭിച്ചു. നാം ഒന്നും കൊടുക്കാതെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടി. വചനം കേൾക്കാൻ വരിക മാത്രമേ ചെയ്തുള്ളൂ, പക്ഷേ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം കിട്ടി. ഒന്നും കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടല്ല, അതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞിട്ടല്ല, അതിൻ്റെ വേറുവേറിയ ഭാഗങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊന്നും ഗ്രഹിച്ചിട്ടല്ല. പക്ഷേ വചനം കേട്ടു, ഒരു നിർമ്മല വിശ്വാസം നമുക്ക് കിട്ടി. ആ നിഷ്കളങ്ക വിശ്വാസത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിച്ചു. നമ്മുടെ ഹൃദയത്തിനൊരു ആശ്വാസം കിട്ടി, സമാധാനം കിട്ടി. അതൊന്ന് മറ്റുള്ളവരോട് പറയുന്നു. തീർച്ചയായും ആത്മാവിൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരാൾ കർത്താവിൻ്റെ വേല ചെയ്തു പോകും, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉത്സാഹിച്ചു പോകും, മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു പോകും. ഹൃദയം ഇങ്ങനെ തുള്ളിമ്പിക്കൊണ്ടിരിക്കുന്നു, നിറഞ്ഞ് തോൽപ്പിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരോട് വചനം പറയാൻ ദാഹിച്ചു കൊണ്ടിരിക്കും. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, പിന്നിൽ ശബ്ദം കേട്ടു, നീ കാണുന്നത് നീ എഴുതണം. ചില കാര്യങ്ങൾ നിന്നെ കാണിച്ചു തരാൻ പോവുകയാണ്, അത് നീ എഴുതണം. എഴുതി ഈ 7 സഭകൾക്കും നീ അയക്കുക എന്ന് കാഹളത്തിനകത്തൊരു മഹാശബ്ദം, മഹാനാദം കേട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. കാഹളത്തിനകത്ത് മഹാനാദം, ദൈവത്തിന് സ്തോത്രം. ഈ കാഹളനാദം അത് ഒന്നുകിൽ സഭയെ കൂട്ടി വരുത്താനാണ്, അല്ലെങ്കിൽ കാഹളനാദം സഭയെ പുറപ്പെടുവിക്കാനാണ്. നാം പഴയ വായിക്കുമ്പോൾ കാണാം, കാഹളനാദം, സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ കാണാം, കാഹളനാദം 2 തരം കാഹളങ്ങളുണ്ട്. ഒരു കാഹളം ഊതുമ്പോൾ സഭയെ നാനാദേശത്തു നിന്ന് കൂട്ടി വരുത്തുന്നു. അടുത്ത കാഹളം ഊതുമ്പോൾ സഭയെ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നു, യാത്ര പുറപ്പെടുന്നു. കാഹളനാദം സഭയെ കൂട്ടി വരുത്താനുള്ള കാഹളനാദം, സഭയെ പുറപ്പെടുവിക്കുവാനുള്ളതായ കാഹളനാദം. ഇന്ന് നാം ദൈവത്തിന് വചനം കേൾക്കുന്നു. ഇനി ഒരു ദിവസം നമ്മെ പുറപ്പെടുവിക്കാനുള്ളൊരു കാഹളനാദം കേൾക്കും. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം നാം തിരുവചന ശുശ്രൂഷകളിൽ കൂടി നമുക്ക് ലഭിക്കുന്നു. അത് കാഹളത്തിനകത്ത് മഹാശബ്ദം തന്നെയാണ്. പക്ഷേ അത് സഭയെ കൂട്ടി വരുത്തുകയാണ്. നാനാ സ്ഥലങ്ങളിലുള്ളതായ ദൈവമക്കളെ കൂട്ടി വരുത്തുന്നു. ദൈവമക്കളെ കർത്താവിൻ്റെ കുടക്കീഴിലേക്ക്, കർത്താവിൻ്റെ പന്തലിൻ കീഴിലേക്ക്, കർത്താവിൻ്റെ കൂടാരത്തിനുള്ളിലേക്ക് എല്ലാവരെയും കൂട്ടിവരുത്തുന്നു. എല്ലാവരെയും കർത്താവ് തന്നോട് ചേർത്ത് നടത്തി നിർത്തുന്നു. നാനാ ദേശങ്ങളിലുള്ളവരെ എല്ലാവരെയും ചേർത്ത് നടത്തി നിർത്തുന്നു. ഒരു കുടുംബമായി നിർത്തുന്നു, ഒരു കൂട്ടായ്മയായിട്ട് നിർത്തുന്നു. ഒരു കുടുംബമായിട്ട് നമ്മൾ നിർത്തുകയാണ്. പല കുടുംബങ്ങൾ പശ്ചാത്തലത്തിൽ നിന്ന് വന്നു, പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നു, പല പാരമ്പര്യത്തിൽ നിന്ന് വന്നു. പക്ഷേ നാം എല്ലാം ഒരൊറ്റ അപ്പൻ്റെ മക്കളായി നാം ഒരുമിച്ച് കൂടുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇനി ഒരു ദിവസം ഒരു കാഹളനാദം കേൾക്കും, മഹാനാദം, കാഹളം. അതെന്താണ്? കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവിൽ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ ഒരു മഹാശബ്ദം കേൾക്കും, കാഹളനാദം. ആ വാക്യം നിങ്ങൾക്കറിയാമായിരിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16 മുതൽ 18 വരെ വാക്യങ്ങൾ വായിക്കൂ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്, സംഭവിക്കാൻ പോകുന്നുണ്ട്. അതെന്നാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അത് സംഭവിക്കും, ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകത്തിലുള്ള 3-ൽ 2 പ്രവചനങ്ങളും നിറവേറിക്കഴിഞ്ഞു. നീ 3-ൽ 1 നിറവേറിയില്ലെന്ന് എന്തിനു സംശയിക്കണം? എല്ലാം നിറവേറും. യേശു വീണ്ടും വരും. ഒരു ദിവസം നാം നനച്ചിരിയാത്ത സമയത്ത് പെട്ടെന്നൊരു കാഹളനാദം കേൾക്കും, ദൈവത്തിൻ്റെ കാഹളനാദം കേൾക്കും, പ്രധാനദൂതനായ മീഖായേലിൻ്റെ ശബ്ദം കേൾക്കും, കർത്താവിൻ്റെ ഗംഭീരനാദവും കേൾക്കും. ഉടനെ പെട്ടെന്നാണ് നാം രൂപാന്തരപ്പെടുന്നത്. കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറയും, 1 കൊരിന്ത്യർ 15 പറയും, കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എല്ലാവരും മരിക്കില്ല. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും.
വായിച്ച് 15-ാം അധ്യായം 51-ാം വാക്യം മുതൽ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകുകയില്ല, നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം എല്ലാവരും രൂപാന്തരപ്പെടും. സ്തോത്രം. അന്ത്യകാഹളനാദത്തിങ്കൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. പറന്നു കഴിഞ്ഞിരിക്കുന്ന മധ്യാകാശത്തിലേക്ക്, രാജാധിരാജൻ്റെ അരികിലേക്ക്, സ്വർഗീയ മണവാളിൻ്റെ അരികിലേക്ക് നാം പറന്നു കഴിഞ്ഞിരിക്കും. രൂപാന്തരപ്പെട്ട ശരീരം, മാറ്റം വന്ന ശരീരം. ഈ ശരീരം ഘനമില്ലാത്ത ശരീരം. ഈ ശരീരം ഉയർന്നുയർന്നു പോകും. കർത്താവിൻ്റെ സമീപത്ത് മധ്യാകാശത്തിലേക്ക് പറന്നു ചെല്ലും. ഒന്നുകൂടെ വായിക്കൂ. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. മരിച്ചുപോയ വിശുദ്ധന്മാർ ക്ഷയമില്ലാത്തവരായി ഉയർത്തെഴുന്നേൽക്കും. മരിച്ചുപോയ വിശുദ്ധന്മാർ. എന്നാൽ ജീവനോട്ടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. അപ്പോൾ നാം എല്ലാവരും നിലകൊള്ളുകയില്ല. മരിക്കാത്ത മനുഷ്യനുണ്ടോ എന്ന നമ്മുടെ ഒരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മരിക്കാത്ത മനുഷ്യനുണ്ടോ? മരിക്കാത്ത മനുഷ്യനുണ്ട്, മരിക്കില്ല. മരിക്കുന്നതിന് മുൻപ് കർത്താവ് വന്നു കഴിഞ്ഞാൽ രൂപാന്തരപ്പെടുകയുള്ളൂ, പിന്നെ മരണം കാണുകയില്ല. അതാണ് പറഞ്ഞത്. ഒന്നുകൂടെ വായിച്ച്. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി മരിച്ചവർ ക്ഷയമില്ലാത്തവരായി ഉയർത്തെഴുന്നേൽക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ ദ്രവിക്കുന്ന ശരീരം ദ്രവിക്കാത്ത ശരീരമായി തീരും. ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. മൺമയമായ ശരീരം അമർത്യതയെ ധരിക്കും. ദൈവരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യം വഹിക്കും. അതാണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവരൂപമായി തീരും. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കും. പിന്നെ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ദ്രവിച്ചു പോകുന്നത് അദ്രവത്വത്തെ ദ്രവിക്കാത്തതിനെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാഹളം ധ്വനിക്കും. ഇപ്പോൾ യോഹന്നാൻ ശ്ലീഹ കേട്ടത് സഭയെ വിളിച്ചു കൂട്ടുന്നൊരു കാഹളമാണ്. സഭയെ ഉണർത്താനുള്ളൊരു കാഹളമാണ്. സഭയ്ക്ക് വചനം കൊടുക്കാനുള്ളൊരു കാഹളമാണ്. സഭയെ ഒരുമിച്ച് കൂട്ടാനുള്ളൊരു കാഹളമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കാഹളം സഭയെ ഒരുമിച്ച് കൂട്ടാൻ. ഇപ്പോൾ സുവിശേഷ വേല ഒരു കാഹളധ്വനിയാണ്. സുവിശേഷ പ്രസംഗം, വചന ശുശ്രൂഷ, ബൈബിൾ ക്ലാസ്സുകൾ, സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ, വനിതാ സമാജങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ കാഹളധ്വനി തന്നെയാണ്. അതിന് ജനത്തെ പ്രബോധിപ്പിക്കുവാൻ, ജനത്തിന് എഡിഫിക്കേഷൻ തരുവാൻ, ജനത്തിന് വിശുദ്ധീകരണം തരുവാൻ, ജനത്തിന് രൂപാന്തരം തരുവാൻ, ജനഹൃദയങ്ങൾക്ക് മാറ്റം തരുവാൻ, ജനഹൃദയങ്ങൾ മാനസാന്തരപ്പെടുവാൻ, അതിനു വേണ്ടിയുള്ളതായ ശുശ്രൂഷകളാണ് ഈ വചന ശുശ്രൂഷകൾ. അങ്ങനെ രൂപാന്തരപ്പെട്ടവരാണ് പിന്നീട് കർത്താവിൻ്റെ വരയെങ്കിലുള്ള കാഹളനാദം കേട്ട് പറന്നു ഉയരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാഹളനാദം കേട്ട് ഞാൻ പറന്നുയരുമോ? ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്താണ് കർത്താവ് വരുന്നതെങ്കിൽ, ഞാൻ നനച്ചു ചെയ്യാത്ത സമയത്ത് കർത്താവിൻ്റെ കാഹളനാദം കേട്ടാൽ ഞാൻ ഉയരുമോ? ഞാൻ പറന്നുയരുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇത് വളരെ സജീവമായ ചിന്താവിഷയമാകേണ്ടതാണ്. ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നതാണ് സഭ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി നോക്കി പാർക്കുന്നതാണ് പറയുന്നത്. നോക്കി പാർക്കുന്നുണ്ടോ? ആരുമില്ല. അതൊന്നും അവർക്ക് ചിന്താവിഷയമല്ല. അതൊക്കെ അങ്ങ് പുസ്തകത്തിൽ നോക്കി അങ്ങ് വായിച്ചു പോകും. അല്ല, പുസ്തകം നോക്കാതെ തന്നെ കാണാതെ അറിയാവുന്ന ആളുകളുണ്ടല്ലോ. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും ഗൗരവമേറിയ സമയത്ത് തിരുശരീര രക്തങ്ങൾ വാഴ്ത്തി കഴിയുമ്പോൾ പട്ടക്കാരൻ പ്രാർത്ഥിച്ച് തീരുമ്പോൾ ഉടനെ നാം ഇവിടെ താഴെ നിന്നുകൊണ്ട് നാം ഏറ്റുപറയുന്നു, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. നിൻ്റെ കൃപ ഞങ്ങൾ എല്ലാവരുടെ പേരുണ്ടായിരിക്കണമേ. നിൻ്റെ കൃപ, നിൻ്റെ കരുണ ഞങ്ങൾ എല്ലാവരുടെ പേരുണ്ടായിരിക്കണമേ. നാം ഇത് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമുക്കൊരു വിഷയമാണോ? കാഹളനാദം കേൾക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഈ കാഹളനാദം കേൾക്കുന്നെങ്കിൽ നാം രൂപാന്തരപ്പെടുമോ? നമ്മുടെ ജീവിതത്തിലെ മാറ്റം വരുമോ?
നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി രൂപാന്തരം വന്നിട്ടുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വീഴാൻ തൊക്കെ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീരാ നഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങളൊരു വാക്ക് പറയാം. സ്തോത്രം. ഞാൻ മാനസാന്തരയുടെ കാലത്ത് അന്ന് കേട്ടിരുന്ന പ്രസംഗങ്ങളൊക്കെയും, അന്ന് ഞാൻ ആർത്തി കൊണ്ട് കേട്ടിരുന്ന പ്രസംഗങ്ങളൊക്കെയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചായിരുന്നു. ആ കാലത്ത് ഞാൻ ആവേശം കൊണ്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള വേദഭാഗങ്ങളെല്ലാം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പഠിച്ചു എന്നല്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് വേദഭാഗങ്ങളെല്ലാം പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തൊരു പ്രത്യാശയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലല്ല ജീവിക്കുന്നതൊന്നും മാറും. അതുപോലെ ഇങ്ങനെ പറന്ന് നിൽക്കും പോലെ ഒരു അനുഭവമായിരുന്നു. ഒരു ഖനമില്ലാതെ അങ്ങ് പറന്ന് പൊങ്ങി നിൽക്കുന്നത് പോലത്തെ അനുഭവം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ അനുഭവം നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. കാഹളനാദം കേൾക്കണം. കർത്താവേ, ഇതിൻ്റെ രണ്ടാമത്തെ വരെയുള്ള കാഹളനാദം കേൾക്കാൻ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഒരുക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിൻ്റെ വ്യവസ്ഥ നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട് എന്ന് ഗ്രഹിപ്പാൻ ഈ മക്കൾക്ക് അനുഭവങ്ങൾ തരണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നതിനടുത്ത് രണ്ടാമത്തോടെ വേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.